നെറ്റ്വർക്ക് കണക്ഷനോ അല്ലെങ്കിൽ ബൾബിന്റെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടുണ്ട്. എന്തെങ്കിലും ടെക്നിക്കൽ ഇറർ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ എന്നെ കേൾക്കുന്ന ആളുകൾ, കാണുന്ന ആളുകൾ ക്ഷമിക്കുക. താങ്ക് യു ഷാഹിന മാം. വളരെ മനോഹരമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം 1 മണിക്കൂർ ആവാനായി. 1 മണിക്കൂർ ആയിട്ടില്ല അല്ലെ, ഒരു 40 മിനിറ്റോളമായി ഈ ഒരു പ്രോഗ്രാം ഹാൻഡിൽ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള പ്രോഗ്രാമിന്റെ ഒക്കെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് തുടക്കം മുതൽ അവസാനം വരെ അതിന്റെ MC എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ മാഡം ചെയ്ത ഒരു കാര്യമാണത്. ആ ഒരു പ്രോഗ്രാമിനെ നിയന്ത്രിക്കുന്നത് നല്ല ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് മാമിന് പറ്റുന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്തു. താങ്ക് യു. അതേപോലെ തന്നെ നിങ്ങൾ അരമണിക്കൂറിലധികമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഫിജിക്കാർട്ട് എന്ന കമ്പനിയുടെ മാസ്റ്റർ പ്ലാൻ, അതിന്റെ നെടും തൂണ് എന്നൊക്കെ ഞങ്ങൾ പറയുന്ന കമ്പനിയുടെ പ്ലാൻ എന്താണ്, ഫിജിക്കാർട്ട് എങ്ങനെയാണ്, എത്ര വരുമാനം കിട്ടും എന്നൊക്കെ ഇതിനെക്കുറിച്ച്, നമ്മുടെ ഫിജിക്കാർട്ടിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ, അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അസീബ മാം വളരെ വ്യക്തമായിട്ട് തന്നെ മാഡത്തിന്റെ റോളും ഭംഗിയായിട്ട് നിർവഹിച്ചു. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്നെ ഏൽപ്പിച്ച കർത്തവ്യം എന്ന് പറയുന്നത്, ഞാൻ ഈ പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് ഇപ്പൊ എന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ആയിരിക്കും നിങ്ങളിൽ പല ആളുകളും. തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഇത് കേൾക്കാനും കാണാനും വന്ന ആളുകളായിരിക്കും. എന്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ ഈ കമ്പനിയുടെ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ ആണ്. അതായത് കമ്പനിയിൽ 13 റാങ്കുകളാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 11ാമത്തെ റാങ്ക് ആയിട്ടുള്ള സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന പൊസിഷനിൽ നിന്നിട്ട് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് വളരെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും മുന്നോട്ട് പോകുന്ന ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എനിക്ക് എത്തിച്ചു നൽകിയത് ഫിജിക്കാർട്ടാണ്. കാരണം എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് MA B.Ed ആണ്. ഞാനൊരു പ്രൊഫഷണലി ഒരു ടീച്ചറാണ്. വളരെ അവിചാരിതമായിട്ട് എന്റെ കൂടെ B.Ed പഠിച്ച എന്റെ ഹോസ്റ്റൽ മേറ്റ്, കോളേജ് മേറ്റ് ഒക്കെ ആയിട്ടുള്ള ഇന്ന് കമ്പനിയുടെ സോണൽ സെയിൽസ് ടീം മാനേജർ ആയിട്ടുള്ള ജാൻസി അർജുൻ, ഞങ്ങളുടെ ജാൻസി മാം വഴിയാണ് ഞാൻ ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത്. കോവിഡ് ടൈമാണ്. ഞാൻ ഒരു സ്കൂളിൽ, നമ്മൾ B.Ed ഒക്കെ കഴിഞ്ഞ് സ്കൂളിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അത് പഠിച്ച് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയ ഉടനെ തന്നെ നമുക്കൊരു ജോലി കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ. ആ സമയത്ത് നമ്മൾ ശമ്പളത്തെ കുറിച്ചൊന്നും ബോധേടാവില്ല. എത്ര ശമ്പളം കിട്ടുന്നു അല്ലെങ്കിൽ എത്ര ദൂരം പോകണം എന്നതിനെ കുറിച്ചൊന്നും നമ്മൾ വലിയ ചിന്തിക്കില്ല. കാരണം അതുവരെ ആരെയൊക്കെയോ ഡിപ്പെൻഡ് ചെയ്ത്, അച്ഛനെ ആയിരിക്കാം, ചിലപ്പോൾ ഹസ്ബൻഡിനെ ആയിരിക്കാം. അപ്പൊ മറ്റ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിറങ്ങിയതിൽ നിന്ന് നമുക്കൊരു ജോലി കിട്ടുന്ന സമയത്ത് നമ്മൾ സാലറി ഒന്നും നോക്കില്ല. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ ബാച്ചിലുള്ള പല ആളുകളും ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് സ്കൂളുകളിൽ പോസ്റ്റ് വാങ്ങുന്നു. കുറെ ആളുകള് ഗവൺമെന്റ് സർവീസിൽ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കുറെ ആളുകള് PSC ചെയ്യുന്നു. ഞങ്ങളെ പോലെ കുറച്ചു പേര് പ്രൈവറ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്നു. അങ്ങനെ ഞാനും ഒരു സ്കൂളിൽ കയറി. പക്ഷെ 1, 2, 3 മാസം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, കിട്ടുന്നതിൽ നിന്ന് നമുക്ക് നമ്മുടേതായ കുറെ കാര്യങ്ങൾക്ക് മാറ്റിവെക്കാനോ ഒരു വലിയ സേവിങ്സിലേക്ക് പോകാൻ പറ്റില്ല. നമുക്കൊക്കെ ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാവും അല്ലെ, എന്തൊക്കെയാണ് നമുക്ക് ഇത്ര കഴിയുമ്പോ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇതാണ് എന്റെ ഡ്രീം, ഫസ്റ്റ് ഇത് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ കുഞ്ഞോ വലുതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ ഈ ജോലി ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ശമ്പളവും അതിൽ നിന്ന് മാറ്റിവെക്കാൻ പറ്റില്ലെന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് ഞാൻ ആ ജോലി റിസൈൻ ചെയ്യാൻ ശ്രമിച്ചു. എന്നിട്ട് കുറച്ചും കൂടി എന്തെങ്കിലും പുരോഗതിയുള്ള കാര്യങ്ങൾ ചെയ്യാം, PSCക്ക് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ നെറ്റ് കോച്ചിങ് അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കോവിഡ് വന്ന് ഫുൾ ലോക്ക്ഡൌൺ ആയി. ആ അക്കാഡമിക് ഇയർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ ഫോണിൽ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്താണ് അവിചാരിതമായിട്ട് ഫിജിക്കാർട്ടിനെ കുറിച്ച് അറിയുന്നതും ഇങ്ങനൊരു ഓൺലൈൻ മീറ്റിംഗ് വഴി ഞാൻ ഈ കമ്പനിയുടെ പ്ലാൻ കേൾക്കുന്നതും. അപ്പൊ എനിക്കറിയേണ്ട ഇത്ര കാര്യം ഉണ്ടാവുള്ളൂ. ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കമ്പനിയെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ, ഒരു പക്ഷേ രണ്ടാമത് കേൾക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് കുറച്ച് മനസ്സിലായി, അല്ലെ മനസ്സിലായിട്ടില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് വല്ല പ്രയോജനമുള്ള കാര്യമാണോ എന്നായിരിക്കും പല ആളുകളും ചിന്തിക്കുന്നത്. അതെ, എനിക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? അല്ലെ, ഈ ഒരു ചോദ്യമാണ് നിങ്ങളിൽ പലരെയും ഒരു പക്ഷേ ഈ മീറ്റിംഗിൽ പിടിച്ചിരുത്തിയിട്ടുണ്ടാവാം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടോ? ഉണ്ടായിരിക്കും അല്ലെ, നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മേഖലയിലാണോ നിങ്ങൾ ഇപ്പോഴുള്ളത്? ചിലപ്പോൾ പ്രൈവറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും, പാർട്ട് ടൈം ആയിട്ട് പഠിച്ചുകൊണ്ട്
ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും, വിദേശത്തുള്ള ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടാവും, വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്കായിട്ടുള്ള സ്വപ്നങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കും എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വരുമാനം ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അല്ലെ കഴിഞ്ഞ മാസം ഏപ്രിൽ മാസമാണ്, ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? പെരുന്നാൾ കഴിഞ്ഞു, വിഷു കഴിഞ്ഞു, ഈസ്റ്റർ കഴിഞ്ഞു, ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് ആഗ്രഹിച്ച ഒരു വസ്ത്രം വാങ്ങിക്കാൻ, നിങ്ങൾക്ക് ആഗ്രഹിച്ച ഒരു യാത്ര പോകാൻ, നിങ്ങൾക്ക് ആഗ്രഹിച്ച ഒരു ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് ആ കിട്ടിയ വരുമാനത്തിൽ നിന്ന് സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കാണ് ഞാൻ ചോദിച്ചത്. ഇനി രണ്ടാമത്തെ ചോദ്യം, അത് നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക്, ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം, മക്കളായിരിക്കാം, മറ്റു കുടുംബാംഗങ്ങളായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വയ്യാത്ത ആരെങ്കിലും സഹായിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ വിചാരിച്ച രീതിയിൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ നിന്നുകൊണ്ട്? അതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. അപ്പൊ ഇതിനുള്ള ഉത്തരം ഞാൻ എന്നോട് തന്നെ ഒരു 4-5 വർഷം മുന്നേ ചോദിച്ച സമയത്ത് എനിക്ക് പറ്റിയില്ല. കാരണം വിവാഹം വരെ അച്ഛനെ ഡിപ്പെൻഡ് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. വിവാഹശേഷം ഭർത്താവിനെ പഠിപ്പിക്കാൻ വിട്ടു, പഠിച്ചു, ജോലി കിട്ടി. ആ ജോലി കിട്ടിയിട്ടും എനിക്ക് എന്റെ കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് ഒരു വരുമാനം അല്ലെ ഒരു സേവിങ്സിലേക്ക് നേടാൻ എനിക്ക് പറ്റിയില്ല. അപ്പൊ എന്റെ ഒരു ആഗ്രഹം ഒരു 10 വർഷമായിട്ട് സ്വന്തമായി കുറച്ച് സ്ഥലവും ഒരു കൊച്ചു വീടും എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. അച്ഛന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വീടൊക്കെ വെക്കേണ്ടി വന്നു, ലോൺ എടുത്തു, അത് ജപ്തിയുടെ വക്കിലൊക്കെ ആയപ്പോ അതൊക്കെ മാറ്റി വാടകയ്ക്കായിരുന്നു ഒരു 10-15 കൊല്ലത്തോളായി. പിന്നെ ഞങ്ങളെ 3 പെൺകുട്ടികളെ പഠിപ്പിച്ചു, കല്യാണം കഴിപ്പിച്ചു, ഒരാൾ പഠിക്കുകയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥലവും വീടും ഒക്കെ വെക്കണം. കടങ്ങളൊന്നുമില്ല, പക്ഷെ നിലവിൽ അങ്ങനെയൊന്നും അച്ഛൻ ബാധ്യതകളൊന്നും ആക്കി വെച്ചിട്ടില്ല, ഉള്ളതുപോലെ ജീവിക്കുക, കുറച്ച് സേവിങ്സ് ഒക്കെയാ. പക്ഷെ ഒരു വീട് വെക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റില്ല, ഓൾറെഡി ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് സ്വന്തമായ ഒരു വീട് എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ കല്യാണം കഴിഞ്ഞു പോയ അവിടെ സ്വന്തം വീടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് സ്വന്തം എന്ന് പറയാൻ, അപ്പൊ അത് എന്റെ ഡ്രീമായിട്ട് ഈ ഉള്ളിൽ കിടക്കുമ്പോൾ ഞാൻ ഈ പഠിച്ചിറങ്ങിയ സമയത്ത് എനിക്ക് കിട്ടിയ വരുമാനത്തിൽ നിന്ന് അത് പറ്റില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ അതോടെ സ്റ്റോപ്പ് ചെയ്തത്. കാരണം നമ്മുടെ അറിവും നമ്മുടെ ഈ എനർജിയും നമ്മുടെ ഈ കഷ്ടപ്പാടും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് അതിനുള്ള വേതനം കിട്ടുന്നില്ല. അങ്ങനെ ഫിജി കാർട്ടിനെ കമ്പനിയുടെ ഈ പറയുന്ന പ്ലാന് എനിക്ക് മനസ്സിലായ സമയത്ത്, പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ലെങ്കിലും അതിൽ 3-ാമത്തെ റാങ്കിൽ എത്തുമ്പോൾ കമ്പനിയുടെ മാസത്തിൽ നടക്കുന്ന കച്ചവടത്തിന്റെ ലാഭവിഹിതം ഇത്ര കിട്ടും, 10-ാമത്തെ റാങ്കിൽ എത്തുമ്പോൾ ഒരു 5 ലക്ഷം രൂപ, 6-ാമത്തെ റാങ്കിൽ എത്തുമ്പോൾ ഒരു 50,000 രൂപ, ഇതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ സമയത്ത് 13 റാങ്കുകൾ, ഈ 13 റാങ്കുകളും നമ്മൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു 3.5-4 കോടി നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം, എന്തൊരു എന്തൊരു അതിശയം തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്തതാണ് ഈ കോടിക്കണക്കിന് രൂപ അല്ലെ ലക്ഷക്കണക്കിന് രൂപ എന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത, നമ്മുടെ കുടുംബ പശ്ചാത്തലം, നമ്മുടെ സാമൂഹിക പശ്ചാത്തലം ഒക്കെ വെച്ചുകൊണ്ട്, നമ്മുടെ ലാംഗ്വേജ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു കുറച്ചു വർഷം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതല്ല എന്ന് തിരിച്ചറിഞ്ഞ സമയത്താണ് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഒരു സംഭവം എനിക്ക് തോന്നിയത്. അപ്പൊ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നമ്മൾ ആദ്യം നമുക്ക് എന്താണോ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങള് നമ്മൾ എന്തായാലും പുറത്ത് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നോ നമ്മുടെ തൊട്ടടുത്തുള്ള കടകളിൽ നിന്നോ നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒറ്റത്തവണ നമ്മുടെ ഈ ഫിജി കാർഡിന്റെ ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രത്യേകിച്ച് നിത്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സോപ്പ്, പേസ്റ്റ് തുടങ്ങിയ ക്ലീനിങ് ഐറ്റംസ് ഉണ്ട്, വെൽനെസിന്റെ പ്രൊഡക്റ്റുകൾ ഉണ്ട്, കുക്കിംഗ് പാത്രങ്ങളുണ്ട്. ഇനി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് അവിടെ ജ്വല്ലറിയിൽ പോയിട്ട് ഒരു ഗോൾഡ് പർച്ചേസ് ഒരു പവന് 2 പോയിന്റ് വെച്ച് കിട്ടും. അപ്പൊ അതടക്കം, അപ്പം നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നമ്മൾ വൺ ടൈം പർച്ചേസ് ചെയ്യുന്നല്ലോ. കറണ്ട് പോയി, ലൈറ്റ് നിങ്ങൾക്ക് വാങ്ങുന്നതാണ്, റേഞ്ച് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, മുൻകൂട്ടി പറയാണ്. അപ്പൊ അത് പർച്ചേസ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ പ്രൊജക്ട് ആയിട്ടുള്ള ഏറ്റവും പുതിയ ഇ കൊമേഴ്സ് പ്രൊജക്ട് ആയിട്ടുള്ള fijica.com പാർട്ട്ണർഷിപ്പ് കിട്ടുകയാണ്. ഇവിടുത്തെ ഇപ്പൊ പ്ലാനിൽ പറഞ്ഞ ലോജിസ്റ്റിക്, സ്റ്റോറുകള്, മറ്റ് സ്റ്റാഫുകള്, ഇവിടുത്തെ മറ്റെല്ലാ കാര്യങ്ങളും നമുക്കും നമ്മുടെയും കൂടിയാണ് എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. പിന്നെ ഇത്രയും 162 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് എന്നൊരു ബ്രാൻഡ്, ബോബി ചെമ്മണ്ണൂർ എന്നൊരു ബ്രാൻഡ്, ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, സമൂഹത്തിൽ ഇത്രയും നിലവാരമുള്ള ഇത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നമുക്ക് വർക്ക് ചെയ്യാൻ, അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ അവിടെ നമ്മളൊരു വൺ ടൈം പർച്ചേസിങ്ങിലൂടെ നമുക്ക് ഇത് ലഭ്യമാവുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും കോണ്ടാക്ട് ഉള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയം എന്ന് പറയുന്നത് ഡിജിറ്റലൈസേഷൻ,
ഡിജിറ്റൽ യുഗത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത് അല്ലെ. നമ്മളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ആണ് നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഇഷ്ടങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും എല്ലാം നിയന്ത്രിക്കുന്നത്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ നമ്മൾ ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണം കണ്ടു, നമുക്ക് അത് ഓർഡർ ചെയ്ത് കഴിക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോകാം, ഗൂഗിൾ മാപ്പ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ അതിന് വേണ്ട വണ്ടി നമുക്ക് വിളിക്കാം. ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിന്റെ ഒരു ബട്ടൺ ഞെക്കി, അല്ലെങ്കിൽ നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുകയാണ്. ഇനി നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, നമുക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമുക്കൊരു തമാശ കാണണം, കേൾക്കണം, നമുക്കൊന്ന് സ്ക്രോൾ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എന്താണ് നമുക്ക് ഒരു പോസിറ്റീവ് ആണ് അത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങളെയും വിനോദങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ഡിജിറ്റൽ കാലത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് അതിനുള്ള മണി, അതിനുള്ള ഇൻകം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതും ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ പറ്റും എന്നുള്ളത് തിരിച്ചറിഞ്ഞ സമയത്ത് ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ട് ഫിജി കാർഡിനെ എനിക്ക് കാണാൻ പറ്റി. കാരണം ഈ പറഞ്ഞ വൺ ടൈം പർച്ചേസിംഗിലൂടെ നമുക്കൊരു പാർട്ട്ണർ സ്റ്റോർ കിട്ടുന്നു. ഈ ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് എല്ലാവർക്കും മിനിമം ഒരു 100